കോഴിക്കോട്ടെ സംഗീത സ്നേഹികളായ പ്രേക്ഷകരെ, നമ്മുടെ ഈ അനുസ്മരണവും ഗാനവസന്തം ഗാനമേളയും തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഇടയിൽ നിന്ന് നമ്മളൊക്കെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു ഗാനഗോകുലം എന്ന് തന്നെ വിശേഷിപ്പിക്കട്ടെ. അവർ നമ്മെ കഴിഞ്ഞ മാസമാണ് വിട്ടുപിരിഞ്ഞത്. ശ്രീമതി ജാനകി അമ്മ എന്ന പ്രതിഭയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരു മിനിറ്റ് എല്ലാവരും നിശബ്ദരായി എണീച്ചു നിന്ന് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ അധികം സമയം കളയാതെ, നമ്മളൊക്കെ കൂടുതൽ ഇവിടെ കൂടിയിരിക്കുന്നത് പാട്ട് കേൾക്കാനും ഞങ്ങളൊക്കെ പാട്ട് പാടാനുമാണ് വന്നത്. എന്നാലും MK അർജുനൻ മാസ്റ്റർ എന്ന പ്രതിഭയെക്കുറിച്ച് ഏതാനും വാക്കുകൾ പറയാതെ ഈ പരിപാടി ഇവിടെ തുടങ്ങുന്നത് ശരിയല്ല എന്നതുകൊണ്ട് മാത്രം ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ചില്ലറ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കുന്നതാണ്. അർജുനൻ മാസ്റ്റർ ജനിച്ചത് 1936 മാർച്ച് 1-നാണ്. നമ്മുടെ എറണാകുളത്തിനടുത്തുള്ള ഫോർട്ട് കൊച്ചിയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് കൊച്ചുകുഞ്ഞ് എന്നായിരുന്നു, അമ്മയുടെ പേര് പാറു. പലപ്പോഴും ദാരിദ്ര്യമാണ് മിക്ക കലാകാരന്മാരുടെയും കൂട്ട്. നമ്മുടെ MK അർജുനൻ മാഷ്ക്കും ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിക്കുകയും പിന്നീട് അതീവ ദാരിദ്ര്യത്തിലേക്ക് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനും അടങ്ങുന്ന അമ്മയും അടങ്ങുന്ന ആ കുടുംബം അതീവ ദാരിദ്ര്യത്തിലേക്ക് ചെറുപ്പത്തിൽ തന്നെ കടന്നു ചെന്നു. അതുകൊണ്ട് തന്നെ ഈ ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ അദ്ദേഹത്തിൻ്റെ അമ്മ കണ്ട ഒരു മാർഗം ഈ 2 കുട്ടികളെയും പഴനി അറിയല്ലോ, പഴനിക്കടുത്തുള്ള ഒരു അനാഥാലയത്തിൽ ചേർക്കാനാണ് തീരുമാനിച്ചത്. അങ്ങനെ മറ്റുള്ള കുട്ടികളൊക്കെ കളിച്ചു വളരുന്ന ഒരു കാലത്ത് അനാഥനായിട്ട് ഒരു അനാഥശാലയിലാണ് MK അർജുനൻ മാഷ് തൻ്റെ ചെറുപ്പകാലം പിന്നിട്ടത്. എവിടെ നിന്നോ തനിക്ക് കിട്ടിയിരുന്ന ആ സംഗീത വാസന കൊണ്ട് അദ്ദേഹം ക്ലാസിക്കൽ സംഗീതം, ദക്ഷിണേന്ത്യൻ ക്ലാസിക്കൽ സംഗീതം പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരുനാഥന്മാർ കുമാരയ്യ പിള്ള, KN വിജയരാജൻ മാസ്റ്റർ എന്നിവരാണ്. അങ്ങനെ പാട്ട് ധാരാളം ക്ലാസിക്കലായി അഭ്യസിച്ച ശേഷം 1958 അദ്ദേഹം സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നു ചെന്നു. ചിലരൊക്കെ പറയും ഈ പാട്ട് പാടാൻ ക്ലാസിക്കൽ സംഗീതം പഠിക്കേണ്ട കാര്യമില്ല. ഒരു പരിധിവരെ ശരിയാണ്. പാട്ട് പാടാൻ നമുക്ക് ക്ലാസിക്കൽ അറിയണം എന്നില്ല, ആർക്കും പാടാൻ പറ്റും. അത്യാവശ്യം ഒരു കഴിവുണ്ടെങ്കിൽ, നമുക്ക് ക്ലാസിക്കലൊന്നും അറിയില്ലെങ്കിലും ഒരു സ്വതസിദ്ധമായൊരു പ്രതിഭയുണ്ടെങ്കിൽ ആർക്കും പാട്ടുകാരാവാം. പക്ഷേ ഒരു സംഗീത സംവിധായകനാവണമെങ്കിൽ നമുക്ക് ക്ലാസിക്കൽ സംഗീതം അറിഞ്ഞേ പറ്റൂ. കാരണം ഈ സംവിധായകരൊക്കെ നമുക്ക് പാട്ടിൻ്റെ നൊട്ടേഷൻസ് സരിഗമ പദനിസ അത് എഴുതി തരികയാണ് ചെയ്യുക. അതിനനുസരിച്ച് പലപ്പോഴും ട്രാക്ക് പാടിയിട്ടുണ്ടാവും. അതും കേട്ടതിന് ശേഷമാണ് നമ്മുടെ പല ഗായകരും പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ സംഗീത സംവിധാന രംഗത്തേക്ക് 1958 അദ്ദേഹം നാടകരംഗത്തെ ഗാനങ്ങൾ സംവിധാനം ചെയ്തുകൊണ്ടാണ് രംഗത്ത് വന്നത്. KPAC നമുക്കൊക്കെ അറിയാം, സുപരിചിതമായ KPACയിലും അതേപോലെ തന്നെ കാളിദാസ കലാകേന്ദ്രം, ഇങ്ങനെ ഏതാനും നാടക കമ്പനികളിൽ ചേർന്നിട്ട് ഏതാണ്ട് 300 നാടകങ്ങൾക്ക് ഏതാണ്ട്
800 പാട്ടുകൾ, നാടകഗാനങ്ങൾ തന്നെ 800 എണ്ണം നമ്മുടെ അർജുനൻ മാസ്റ്റർ സംവിധാനം ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യതിയാനം വന്നത് ദേവരാജൻ മാസ്റ്ററുമായിട്ടുള്ള പരിചയമാണ്. ദേവരാജൻ മാസ്റ്റർക്ക് കുറേ കാലമായിട്ട് ഒരു അന്വേഷണം ഉണ്ടായിരുന്നു, നല്ലപോലെ ഹാർമോണിയം വായിക്കാൻ അറിയുന്ന ഒരാളെ. ഈ ഹാർമോണിയം അത്ര എളുപ്പമുള്ള ഇൻസ്ട്രുമെൻ്റ് ഒന്നല്ല, നമ്മുടെ കൈകളിങ്ങനെ പെട്ടെന്ന് ഓടണം അതിൻ്റെ മുകളിൽ. ഇപ്പോഴതൊക്കെ എല്ലാവരും കീബോർഡിലേക്ക് മാറുന്നെങ്കിൽ പോലും ആദ്യം ഹാർമോണിയം പഠിച്ചതിന് ശേഷമാണ് കീബോർഡ് പലരും വായിക്കാറുള്ളത്. അപ്പോൾ ഈ ഹാർമോണിസ്റ്റിന് തേടി നടക്കുന്ന ദേവരാജൻ മാഷ്ക്ക് നമ്മുടെ അർജുനൻ മാഷെ ഒരാൾ റെക്കമെൻഡ് ചെയ്യുകയും അങ്ങനെ ആദ്യമായിട്ട് അർജുനൻ മാഷ് കൂടിയതിന് ശേഷം അദ്ദേഹം മെല്ലെ മെല്ലെ സിനിമാ രംഗത്തേക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് കടന്നു വന്നത്. ദേവരാജൻ മാഷ് അസിസ്റ്റൻ്റായിട്ട്. നമ്മുടെ പ്രശസ്തനായ ഗാനഗന്ധർവൻ യേശുദാസൻ്റെ ശബ്ദം ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത വ്യക്തിയാണ് അർജുനൻ മാഷ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ വേറൊരാൾ കൂടി വന്നു ചേർന്നു. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ അയാളുടെ മകനെയാണ് കൂടുതൽ അറിയുക, റഹ്മാൻ. റഹ്മാൻ്റെ അച്ഛൻ്റെ പേര് RK ശേഖർ എന്നാണ്. റഹ്മാൻ്റെ ആദ്യകാലത്തെ പേര് ദിലീപ് എന്നായിരുന്നു. അത് അദ്ദേഹം മതം മാറിയതിന് ശേഷം റഹ്മാൻ എന്നാക്കിയതാണ്. അപ്പോൾ അന്ന് RK ശേഖർ കൂടി ഇവരുടെ കൂടെ ചേർന്നു. അങ്ങനെ കീബോർഡൊക്കെ ആർട്ടിസ്റ്റായിരുന്നു RK ശേഖർ. ഇവരെല്ലാം ചേർന്ന് കുറേയേറെ പാട്ടുകൾക്ക് സംഗീതം നൽകി ദേവരാജൻ മാഷ കൂടെ. എന്നാൽ ഒരു സ്വതന്ത്ര സംവിധായകനാകുക എന്നുള്ളതായിരുന്നു നമ്മുടെ അർജുനൻ മാഷിൻ്റെ ആഗ്രഹം. 1981 ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തു. അടിമച്ചങ്ങല എന്നാണ് ആ പടത്തിൻ്റെ പേര്. ഈ അടിമച്ചങ്ങലയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് രണ്ടോ മൂന്നോ ഗാനങ്ങളുണ്ട്, അതിൽ 2 ഗാനങ്ങൾ ഹിറ്റായി മാറി. അതൊക്കെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ തന്നെ ചെറിയ കുട്ടിയാണ് ആ സിനിമയ്ക്ക് വരുന്ന സമയത്ത്. അതിലൊരു പാട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. ഗാനഗന്ധർവൻ യേശുദാസൻ്റെ പാടിയതാണ്. മാനത്തിൻ മുറ്റത്ത് മഴവില്ലാലകറ്റും മധുമാസ സന്ധ്യകളെ കാർമുകിലാടുകൾ തോരയിടാൻ വരും കാലത്തിൻ കന്യകളെ. ഇതുകൂടാതെ ഇതേ സിനിമയിൽ അന്നൊക്കെ ദുഃഖഗാനങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇന്നാണ് ഇപ്പോൾ ദുഃഖഗാനം എവിടെയും നമുക്ക് കേൾക്കാൻ പോലുമില്ല. അന്ന് വേറൊരു ദുഃഖഗാനം കൂടി ഇതേ സിനിമയിലുണ്ടായിരുന്നു, ദാസേട്ടൻ തന്നെ പാടിയത്. ഇതും അർജുനൻ മാഷിൻ്റെ ആയിരുന്നു. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം. തകരുമൻ സങ്കൽപ്പത്തിൻ തന്ത്രികൾ മീട്ടി തരളമധുരമൊരു പാട്ടുപാടാം പാട്ടുപാടാം. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അതേ സിനിമയിലെ രണ്ടാമത്തെ പാട്ട്. ഇത് രണ്ടും അന്നത്തെ കാലത്ത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട 2 പാട്ടുകളായിരുന്നു. അതിനുശേഷം ഈ അടിമച്ചങ്ങലയ്ക്കും എല്ലാം ശേഷം AR റഹ്മാൻ, സുജാത എന്നിവരെ സംഗീത ലോകത്തേക്ക് എത്തിച്ചതും നമ്മുടെ അർജുനൻ മാഷാണ്. അദ്ദേഹത്തിന് 2017 മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡും കിട്ടി. 2020 ഏപ്രിൽ 6 തൻ്റെ 84-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇത് ഞാൻ ഇപ്പോൾ പാടിയ മാനത്തെ മുറ്റത്ത് എന്നുള്ളത് കറുത്ത പൗർണമി എന്ന ചിത്രത്തിലാണ്. അതും ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ്, MK അർജുനൻ സാറിൻ്റെ തന്നെയാണ്. ഇങ്ങനെ
2020 ഏപ്രിൽ 6 84 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഇനി നമുക്ക് അദ്ദേഹത്തെ പോലെ തന്നെ ഒട്ടും തന്നെ പ്രതിഭാശാലി, ഒട്ടും തന്നെ പ്രതിഭ ഉള്ള, അതേപോലെ തന്നെ പ്രതിഭയുള്ള മറ്റൊരു വ്യക്തിയെ കൂടി ഇനി നമുക്ക് പരിചയപ്പെടാം. ശ്രീ SP വെങ്കടേഷ്. ഇദ്ദേഹം അതേ സംഗീത സംവിധായകനാണ്. 1955 മാർച്ച് 5 തമിഴ്നാട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. അർജുനൻ മാഷെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറേ കൂടി ചെറുപ്പമായിരുന്നു അദ്ദേഹം. 1980കളിലും 1990കളിലും നിരവധി അനശ്വര ഗാനങ്ങളാണ് SP വെങ്കടേഷിൻ്റെതായിട്ട് വന്നത്. അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ മാൻഡലിൻ എന്ന് പറയുന്ന സംഗീത ഉപകരണം കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. ഈ മാൻഡലിൻ അധികം പേരൊന്നും വായിക്കില്ല, ചെറിയ ഗിത്താർ പോലത്തെ ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്. ഈ മാൻഡലിൽ നിന്നാണ് പലരും പിന്നീട് ഗിത്താറിലേക്ക് മാറിയത്. അതേപോലെ തന്നെ ഇദ്ദേഹവും അത് ഗിത്താറിസ്റ്റ് എന്ന നിലയിൽ ചില സംഗീത സംവിധായകരുടെ കീഴിൽ വരാൻ തുടങ്ങി. ഒന്ന് നമ്മുടെ രവീന്ദ്രൻ മാഷ്, പിന്നെ AT ഉമ്മർ, അതുകൂടാതെ ശ്യാം, ഇവരുടെയൊക്കെ സംഗീതത്തിൻ്റെ കാര്യത്തിൽ അസിസ്റ്റൻ്റായിട്ട് SP വെങ്കടേഷ് പിന്നീട് കുറേ കാലം വർക്ക് ചെയ്തു. ഗിത്താറൊക്കെ അദ്ദേഹമാണ് കൈകാര്യം ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തെലുങ്കിലൊക്കെ ധാരാളം സംഗീതം ചെയ്യാനുള്ള, സംഗീത സംവിധാനായി വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിച്ചു. അധികം താമസിയാതെ നമ്മുടെ മലയാളത്തിൽ നമ്മുടെ മോഹൻലാൽ അവതരിപ്പിച്ച ഒരു കഥാപാത്രമുള്ള രാജാവിൻ്റെ മകൻ എന്ന സിനിമയിൽ 1981 മലയാളത്തിൽ സംഗീത സംവിധാനം ചെയ്യാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടിയത്. ആ സിനിമയിൽ അദ്ദേഹം 2 പാട്ടുകളാണ് സംവിധാനം ചെയ്തത്. ആ പാട്ടുകൾ നമുക്കൊക്കെ ധാരാളം കേട്ട് പരിചയമുള്ളതാണ്. നി സനി നി പപ ഗമ ഗഗ സനി നി സ ഗമ ഓ സംഗീതമേ, വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്നു സംഗീതമേ, ഓ സംഗീതമേ, ഹിമഗിരിതൻ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലകുതിച്ചു, വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്നു സംഗീതമേ, ഓ സംഗീതമേ. ഇതേ സിനിമയിൽ തന്നെ വേറൊരു ഡ്യുവറ്റും കൂടി ഉണ്ടായിരുന്നു. ദേവാംഗനേ ദേവസുന്ദരി സ്നേഹാദ്രമാം മോഹകന്യകേ. ഈ 2 ഗാനങ്ങളും പുറത്തു വന്നതോട് കൂടിയിട്ട് SP വെങ്കടേഷിന് മലയാള സിനിമാ രംഗത്ത് ഒരു സ്ഥാനം ലഭിച്ചു. അദ്ദേഹം പിന്നീട് ദേവാസുരം, സ്ഫടികം, കിലുക്കം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ പിന്നീട് സംഗീത സംവിധാനം ചെയ്തി. 1993 പൈതൃകം എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു. ആ സിനിമയിൽ അദ്ദേഹം ഈണം നൽകിയ പാട്ടുകൾക്ക് അദ്ദേഹത്തിന് അവാർഡ് കിട്ടി. ഇങ്ങനെ മൊത്തം 502 ഗാനങ്ങളാണ് നമ്മുടെ SP വെങ്കടേഷ് സംഗീത സംവിധാനം നൽകിയത്. ഈ പാട്ടുകളൊക്കെ മുഴുവനും ഇല്ലെങ്കിലും നമ്മൾ കുറേയൊക്കെ പാടുന്നുണ്ട്. വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്നു ഇവിടെ പാടുന്നുണ്ട്. അങ്ങനെ SP വെങ്കടേഷിൻ്റെ 3-4 പാട്ടുകൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത കാലത്താണ് SP വെങ്കടേഷ് അന്തരിച്ചത്. അദ്ദേഹം അന്തരിച്ചത് ഫെബ്രുവരി 2, 2026, ഈ തുടക്കത്തിൽ തന്നെ ഫെബ്രുവരി 2 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന് ആ സമയത്ത് 70 വയസ്സായിരുന്നു. ഇനിയും കുറേ കാലം ജീവിച്ചിരുന്നെങ്കിൽ നിരവധി ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരുമായിരുന്നു. പക്ഷെ അതിനുള്ള യോഗം നമുക്കുണ്ടായില്ല. അപ്പോൾ ഈ 2 സംഗീത സംവിധായകർക്കും നമ്മൾ ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ഗാനമേള ആരംഭിക്കാൻ പോവുകയാണ്. അതിനു ഡാർലിംഗ് എന്ന സിനിമയിൽ ദാസേട്ടൻ പാടിയ, അതും നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കോമഡി സോങ് ആണ്, അതിപ്പോൾ കോമഡി സിനിമയാണ്. പക്ഷേ അതിൽ രാഗമാലിക ആയിട്ടുള്ള ആ ഗാനം അനുരാഗമേ അനുരാഗമേ എന്ന ഗാനമായി എത്തുന്നു നമ്മുടെ പ്രൊഫസർ ശശിവർമ്മ. പാട്ടിനെ ഇത്രയധികം സ്നേഹിക്കുന്ന, അല്ല അതിനൊരു പാഷനായി കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് വർമ്മ സാറ്. എവിടെ പാട്ടുണ്ടെങ്കിലും അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരാളാണ്. അപ്പോൾ പാട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. അദ്ദേഹം ഇതുവരെ എനിക്ക് അദ്ദേഹത്തിന് 2 കൊല്ലമായിട്ടുള്ള പരിചയമുള്ളൂ. ആ പരിചയത്തിൻ്റെ പേരിൽ പറയാണ്, അത്രയ്ക്കും പാട്ടിനെ അഗാധമായി സ്നേഹിക്കുന്ന
ഏത് എന്താണ് 70 വയസ്സാവാറായി അദ്ദേഹത്തിന്. എന്നാലും അദ്ദേഹം ഏത് സ്ഥലത്ത് പോയിട്ട് പാടും. അത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കിട്ടാത്തൊരു എന്താ പറയുക പ്രത്യേകതയാണ്. അപ്പം അദ്ദേഹത്തിന് നല്ലൊരു കയ്യോടുകൂടി കൂടിയിട്ട് നമുക്ക് ആ ഗാനത്തിനായിട്ട് അനുരാഗമേ 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 മധുര മധുരമാമനുരാഗമേ ആദ്യത്തെ സ്വരത്തിൽ നിന്നാദ്യത്തെ പൂവിൽ നിന്ന് മൃദുമനി ഉണർന്നു യുഗപരിണാമങ്ങളിലൂടെ നീയൊപ്പകനമായി വിടുന്നു അനുരാഗമേ അനുരാഗമേ മധുര മധുരമാമനുരാഗമേ നീർപ്പുഴ ഒഴുകിയാലേ നിത്യഹരിതയാകൂ പ്രപഞ്ചം നിത്യഹരിതയാകൂ നിൻപനി നീർപ്പുഴ ഒഴുകിയാലേ നിത്യഹരിതയാകൂ പ്രപഞ്ചം നിത്യഹരിതയാകൂ അസ്ഥികൾക്കുള്ളിൽ നീ തപസിരുന്നാലേ അക്ഷയപാത്രമാകൂ ഭൂമിയോരക്ഷയപാത്രമാകൂ അനുരാഗമേ അനുരാഗമേ മധുര മധുരമാമനുരാഗമേ നിൻപൊടി ചൂമ്പൊടി ചൂടിയാലേ നീലമുളകൾ പാടൂ ഋതുക്കൾ പീലി വിടത്തിയാടൂ നിൻപൊടി പൂമ്പൊടി ചൂടിയാലേ നീലമുളകൾ പാടൂ ഋതുക്കൾ പീലി വിടത്തിയാടൂ അന്തരാത്മാവിൽ നീ ജ്വലിച്ചു നിന്നാലേ ഐശ്വര്യപൂർണമാകൂ ജീവിതം ഐശ്വര്യപൂർണമാകൂ അനുരാഗമേ സഗരി സനി സരി സനി സനി പഗ പഗരി സരി ഗഗരി സരി ഗരി സനി സരി സസനി പണി സസനി സസരി നി സസ ഗഗരി നി സസനി നി പബഗ സരി ഗരി പനി സനി ഗപനി പ ഗപഗ സരി ഗരി ഗപസനി പനി സരി ഗരി രി ഗ സനി നി സ സരി ഗ പനി സരി നി സരി ഗ പനി സ പനി സരി സരി ഗ പനി സരി ഗ പഗരി സനി ഗ സരി ഗരി ഗ നി സരി സരി പനി സനി സ ഗരി സനി ബ നി സനി ബഗ സനി പഗരി അനുരാഗമേ